പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. കൈക്ക് പരിക്കേറ്റെത്തിയ ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ 8 വയസ്സുള്ള മകനെ ചികിത്സിച്ചതിൽ ഗുരുതര വീഴ്ചയെന്നാണ് പരാതി. കൈക്ക് സംഭവിച്ച ചതവ് ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇടിക്കുകയായിരുന്നു. കുട്ടിയുടെ കൈ പഴുത്ത് വ്രണമാകുകയും കഠിന വേദന മൂലം ആശുപത്രിയിലെത്തിയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചുവെന്നും പിതാവ് മനോജ് പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആശുപത്രിക്കെതിരെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. ആ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു പ്രത്യേക ചൊവ്വാഴ്ച കൊണ്ടുവന്ന് ഓർത്തോ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മളത് ഓർത്തോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞല്ലേ, അസ്ഥികരിച്ച പിന്നെ വലിയ ഇതൊന്നുമില്ല, അത് കിടക്കട്ടെ, നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം മനോജ് എന്ന് പറഞ്ഞു. നമ്മളത് കേട്ട് തിരിച്ചിഞ്ഞു പോന്നു. പിറ്റേ ആ ചൊവ്വാഴ്ച അടുക്കാറായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോ കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നു, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി പത്തനംതിട്ടയിൽ നിന്നും. നന്ദുഷ, പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി, ശബരിമലയിലെ തീർത്ഥാടകർ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആശുപത്രി. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി. ആ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു അനാസ്ഥ നടന്നിരിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഓർത്തോപീഡിക് വിഭാഗത്തിന് നേരെ നിരവധി ആരോപണങ്ങൾ ഇതിനു മുൻപും ഉയർന്നിട്ടുമുണ്ട്. ഈ സംഭവത്തിൽ ഈ പിതാവിന്റെ ഒരു നിലപാട് എന്താണ്? അദ്ദേഹം ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്? മറ്റൊന്ന്, ആ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? പറഞ്ഞതുപോലെ ഒരു ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ആശുപത്രി തന്നെയാണ് പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രി. ഈ ജനറൽ ആശുപത്രിക്കെതിരെയാണ് ഓമല്ലൂർ സ്വദേശിയായ മനോജ് ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത്. 2 ആഴ്ച മുൻപ് സൈക്കിളിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റ് മനോജിന്റെ 7 വയസ്സുകാരനായ മകൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ ഇന്റേണൽ ഇഞ്ചുറി ഉള്ള അല്ലെങ്കിൽ കൈക്ക് ചതവുണ്ടായിരുന്ന കുട്ടിയുടെ ചതവ് പരിഗണിക്കാതെ അസ്ഥിക്ക് പൊട്ടലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയ ശേഷം അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടി പലതവണ മാതാപിതാക്കളോട് വിവരം പറയുകയും 4 ദിവസത്തിന് ശേഷം വീണ്ടും ഈ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അസ്ഥിക്ക് പൊട്ടലുള്ളത് കൊണ്ടുള്ള സ്വാഭാവികമായ വേദന മാത്രമാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. പിന്നീട് കുട്ടിയുടെ കയ്യിൽ നിന്നും പഴുപ്പും രക്തവും ഒലിച്ചിറങ്ങുന്നത് കണ്ടാണ് മറ്റൊരു ചികിത്സ എന്ന കാര്യത്തെപ്പറ്റി മാതാപിതാക്കൾ ചിന്തിച്ചത്. ഈ മാതാപിതാക്കളുടെ, അതായത് കുട്ടിയുടെ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ആൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ സീനിയർ ഡോക്ടറാണ്. ഇദ്ദേഹവുമായി സംസാരിച്ച ശേഷമാണ് പിന്നീട് തിരുവല്ലയിലേക്ക് കുട്ടിയുടെ ചികിത്സ മാറ്റുന്നത്. അവിടെ ചെന്ന് പ്രാഥമികമായി വിലയിരുത്തിയ ശേഷമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. കാരണം കുട്ടിയുടെ കൈക്ക്, അതായത് തള്ളവിരലിന്റെ താഴെ ഭാഗത്തായിട്ട് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഈ ഇഞ്ചുറി വകവെക്കാതെയാണ് പ്ലാസ്റ്റർ ഇട്ടത്. ഇതുമൂലമാണ് കുട്ടിയുടെ കൈപ്പത്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മുഴുവനായി പഴുത്ത് ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലൂടെ കുട്ടിയുടെ കൈ ഭേദപ്പെട്ട് വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇത് സംബന്ധിച്ച പരാതികളൊന്നും ഔദ്യോഗികമായി എവിടെയും മാതാപിതാക്കൾ നൽകിയിട്ടില്ല. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് ഇവർ വീട്ടിലേക്ക് വന്ന ശേഷം കൃത്യമായ രീതിയിൽ അധികൃതർക്ക് പരാതി നൽകാനാണ് മാതാപിതാക്കളുടെ തീരുമാനം. ഏതായാലും ഗുരുതരമായ ഒരു കൃത്യവിലോപം അല്ലെങ്കിൽ അനാസ്ഥയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിരവധി തവണ വേദനയുണ്ട് എന്ന് അറിയിച്ചപ്പോൾ പോലും അത് ഗൗനിക്കാത്ത ഒരു ആരോഗ്യ സംവിധാനം, അല്ലെങ്കിൽ അത് അവിടുത്തെ ജീവനക്കാരുടെ ആ ഒരു മനോഭാവം അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതോടൊപ്പം വേദനയുണ്ട് അല്ലെങ്കിൽ പഴുപ്പൊലിക്കുന്നു എന്ന് പറഞ്ഞ് ആശുപത്രിയെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് കോട്ടയത്തേക്ക് പോകാനുള്ള ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയായിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ചില ജീവനക്കാർ. ഏതായാലും ഇതൊക്കെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പാകപ്പിഴകൾ പോലും വലിയ ചർച്ചയാകും. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഒരു സാധാരണക്കാരനും ഇനി അനുഭവിക്കേണ്ടി വരരുത് എന്ന ഒരു ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ഈ മാതാപിതാക്കൾ മുന്നോട്ട് വരുന്നത്. ഇനി ഒരാൾക്കും ഈ ഗതി വരരുത് എന്നാണ് ഈ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ നിരവധി ആരോപണങ്ങൾ ഇതിനു മുൻപും ആശുപത്രിക്കെതിരെ ഉയർന്നിരുന്നു. അപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ നന്ദുഷ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരെ സമീപിക്കാനായി അവരെ ഫോണിൽ ബന്ധപ്പെടാനൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നുവെങ്കിലും ഫോണിൽ ലഭിച്ചില്ല. ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായ ഒരു പരാതിയുമായി മാതാപിതാക്കൾ മുന്നോട്ട് പോയ ശേഷം മാത്രമാകും അത്തരമൊരു പ്രതികരണത്തിന് അവർ മുതിരുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുവരെ
യാതൊരു രീതിയിലുള്ള പ്രതികരണത്തിനും ഔദ്യോഗികമായോ അനൌദ്യോഗികമായ ഒരു പ്രതികരണത്തിനോ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ കുട്ടി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ കൈക്ക് സംഭവിച്ച ആ പരിക്ക് ഭേദപ്പെട്ടു വരുന്നു. അസഹ്യമായ വേദന കുട്ടിക്കുണ്ടായി എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ദിവസങ്ങളോളം കുട്ടിയുടെ കയ്യിൽ നിന്നും രക്തവും പഴുപ്പും ഒലിക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ കഴിയേണ്ടി വന്നു എന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. അതീവ ഗുരുതരമായ ഒരു അനാസ്ഥയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് എന്നുള്ളത് ഈ മനോജിന്റെ ആരോപണം കണക്കിലെടുത്ത് നോക്കുമ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഒരു അനാസ്ഥയാണ് എന്നുള്ളത്. മറ്റൊരാൾക്കും ഇത് ആവർത്തിക്കരുത് എന്നുള്ള ശരി. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണം വന്നത്. ഈ വാർത്ത സമഗ്രമായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും എസ് നന്ദുഷ.